ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കൗൺസിലർ ആവാനുള്ള കോഴ്സൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് മുന്നേ തന്നെ എനിക്ക് ഓരോ ആൾക്കാരിങ്ങനെ വിളിക്കാറുണ്ട്. ആൾക്കാരെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സുകളായിട്ടും നമ്മളെ കസ്റ്റമേഴ്സായിട്ടും ഒക്കെ അങ്ങനെ വിളിക്കലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകൾ അവഗണനകൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒറ്റപ്പെടലുകളാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. ഒന്ന്, എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് ഒറ്റപ്പെടലുണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിക്കാത്ത ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത്. ഭയങ്കര വേദന ഏറിയൊരു ഒറ്റപ്പെടൽ തന്നെയാണ്. അതുപോലെ നമ്മൾ പ്രിയപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞാലുണ്ടാകുന്നൊരു ഒറ്റപ്പെടലുണ്ട്. അതും ഭയങ്കര മനസ്സിൽ നല്ല വേദന ഉണ്ടാക്കുന്ന ഒറ്റപ്പെടൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം ഇപ്പോൾ എല്ലാവരും പറയും എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു സാഹചര്യം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാവരുടെ ഇടയിലും ഒറ്റപ്പെടലുകൾ എങ്ങനെയായാലും വരാതെ പോവില്ല, അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ സമയത്തും നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്താണ് നമുക്ക് പല മൈൻഡ് ഭയങ്കര. അപ്പോൾ ഇന്നലെ ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നു, തങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഉമ്മ ഇപ്പം ആക്സിഡൻറ്റിൽ മരിച്ചതാണ് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കുറച്ച് തിരക്കായിട്ട് ഇരിക്കുന്നതാണ്, അതിൻ്റെ ഇടയിലാണ്. പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചു എന്താണ് ഏതാണെന്നൊക്കെ അവരോട് ചോദിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ ഗൾഫിലായിരുന്നു, എൻ്റെ ഉമ്മയും ഇപ്പൊക്കെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ബൈക്കുമെന്ന് ആക്സിഡൻ്റായിട്ട് അങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഉണ്ടായില്ലേ അവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഗൾഫിലായിരുന്നു, പിന്നെ കണ്ടില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എത്തിയപ്പോൾ ഒത്തിരി നേരം വഴുകിയിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ. ഞാൻ ചോദിച്ചു സഹോദരങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ചോദിച്ചു. പറഞ്ഞു ആരുമില്ല, ഞാനൊരു മകൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര സങ്കടം തോന്നിട്ടോ. പിന്നെ പഠിച്ചവനവർക്ക് ക്ഷമയും സമാധാനമൊക്കെ നൽകട്ടെ. അതുപോലെ അവരുമ്മാൻ്റെ ഉപ്പാൻ്റെ ഖബറൊക്കെ നല്ല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമുക്കും അതുപോലെ അടുത്തൊരു വിയോഗം ഉണ്ടായി. അത് നമ്മളെ കാക്കാൻ്റെ ഉപ്പ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അറ്റാക്കാണ് വന്നത്. അങ്ങനെ ആള് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, മരിക്കണ അന്ന് വരെ നല്ല സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അങ്ങനെ പോയപ്പോൾ ആ ഒരു ഷോക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും ആ ഒരു ഹാങ് ഓവറിലാണ് ഇപ്പോഴും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇപ്പം ഇല്ലാത്തൊരു നോമ്പ് അതുപോലെ പെരുന്നാളൊക്കെ വരാൻ പോണത്. അപ്പോൾ ഇപ്പം എന്താണ് നോമ്പ് പറക്കുന്ന സമയത്തൊക്കെ ഒറ്റ നോമ്പ് അങ്ങനെ ഒഴിവാക്കാത്ത അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. അപ്പോൾ ആ നോമ്പ് പറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ്, ഇന്ന സാധനം വേണം, തരി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കർശനമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കണ്ട് നോമ്പറക്കുമ്പോഴൊക്കെ ആ ഒരു മിസ്സിങ് അത് ഭയങ്കരമാണ് കേട്ടോ. പിന്നെ അതുപോലെ എന്താ പറയുക, പെരുന്നാളിനായാലും എല്ലാവരും ഭയങ്കര ഒന്നിച്ച് കൂടിയിട്ടുള്ളൊക്കെ ഒരു ഫുഡ് കഴിക്കലൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഭയങ്കര ഒരു പെയിനുള്ളൊരു അവസ്ഥയാണ്. ഉപ്പാൻ്റെ ഖബറും നല്ല സ്വർഗ്ഗപ്പൂന്തോപ്പായി കൊടുക്കട്ടെ പ്രാർത്ഥിക്കണേ. അതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവർക്കും ആഹിറം വിളിച്ചൊക്കെ കൊടുക്കട്ടെ പഠിച്ചാണ്. അതുപോലെ നമ്മളെല്ലാവരുടെയും തെറ്റുകളും ഒക്കെ പുറത്തുനിന്ന് നമുക്ക് നല്ലൊരു സന്തോഷത്തിലുള്ളൊരു ജീവിതമൊക്കെ തന്നിട്ട് ഈമാനോട് കൂടിയുള്ളൊരു മരണമൊക്കെ തന്നിട്ട്
പഠിച്ചോനെ നമ്മൾ അനുഗ്രഹിക്കട്ടെ, നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ കേട്ടോ. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ണ് തുറന്ന് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കാത്ത ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങോട്ട് സ്നേഹം ഉണ്ടാവുക. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മളെ തിരിച്ച് സ്നേഹിച്ചോളണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു നഷ്ടം നമുക്ക് വേറെ ഇല്ല, നഷ്ടമില്ല. അതാണ് ഏറ്റവും വലിയ നഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിടത്തോളം അങ്ങനെയാണ്. അതൊക്കെ നമ്മളോടുള്ള സ്നേഹമൊക്കെ തിരിച്ച് നമ്മൾ അറിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് നമ്മളെ ചേർത്ത് പിടിക്കണം. പിന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. അതിനൊക്കെ നമ്മൾ തയ്യാറാവണം. പിന്നെ ഇങ്ങനെ സങ്കടങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി കേട്ടോ. അവരുടെ ഒരുപാട് എന്താ പറയുക സങ്കടങ്ങൾ തീരും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടെടുത്താൽ മതി. പിന്നെ എന്താ പറയുക, അതിനൊക്കെ ഉള്ളവരുടെ മനസ്സെല്ലാവരും കാണിക്കണം. നമ്മളെ എന്താ പറയുക, നമ്മളെ കൂടപ്പിറപ്പുകളെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.